ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുറത്ത് നല്ല മഴയാണ്. ഇവിടെ നല്ല മഴയും കാറ്റുമാണ്. എല്ലാവരും സേഫായിട്ടിരിക്കണം. നമ്മുടെ വീടിനടുത്തുള്ള മരങ്ങളൊക്കെ, ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ വെട്ടി മാറ്റി നമ്മൾ സുരക്ഷിതരാകണം. അപ്പോൾ അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണിത്. കാരണം ഷോക്കടിക്കുക, തെന്നി വീഴുക, വെള്ളത്തിൽ പോയി മരിക്കുക, അപകടങ്ങളിങ്ങനെ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഈ കാലവർഷം സേഫായിട്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഓടിപ്പറിച്ച് കിടക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ കാപ്പി കുടിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചാറോട് കൂടിയ കടലക്കറിയുമാണ്. ഞാൻ ചെയ്യുന്ന ചാറോട് കൂടിയ കടലക്കറി കാണാം. എന്താ, 1 കപ്പ് കടല തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി കഴുകി വാരി എടുത്തതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. ഇത് നകക്കെ അല്പം വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ചെയ്യേണ്ടത് ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തിട്ടുണ്ട്. സവോള കുക്കറിലേക്ക് ഇടുക. ഇനി ഇതിലൂടെ അല്പം പൊടികൾ ചേർക്കണം. നമുക്ക് എല്ലാ പൊടികളും നേരിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1.25 സ്പൂൺ മസാലപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. അധികം എരിവില്ലാത്ത കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു കാശ്മീരി മുളകാണ്, എരിവില്ലാത്തതാണ്. അതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ്, ഉപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേരുവകൾ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ പറ്റും. 1 കപ്പ് കടലയ്ക്ക് ഈ 1 കപ്പിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പൊടികളെല്ലാം ഇടുന്നതുകൊണ്ടേ പെട്ടെന്ന് ചിലപ്പോൾ അടിക്ക് പിടിക്കും. കടല വേകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ മറ്റൊന്നും ചേർക്കണ്ട, തേങ്ങ മാത്രം മതിയേ. ഇതിന് ഒരു 1/4 ബൗൾ തേങ്ങ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തേരെ. തേങ്ങ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കടല വേകുമ്പോഴേക്ക് നമുക്ക് പുട്ട് വേവിക്കാം. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇന്ന് കളർഫുൾ പുട്ടാണ്. തേങ്ങയുണ്ട്, ക്യാരറ്റുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലാണ് കേട്ടോ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കുന്നത്. ഒരു കണ്ണ് ഉള്ള ചിരട്ടയുടെ ഒരു കണ്ണിങ്ങനെ ഒട്ടയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരല്പം തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ക്യാരറ്റ് ഇങ്ങനെ വട്ടം. ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും. അതിന് ശേഷം നമുക്ക് നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. വീണ്ടും അല്പം തേങ്ങ, വീണ്ടും ക്യാരറ്റ്. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കളർഫുൾ പുട്ട്. വീണ്ടും നമ്മൾ പുട്ടുപൊടി നനച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത്. ആവി വന്ന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ടാകുന്ന നോക്കാം. നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് തീ കുറച്ച് വയ്ക്കുക. അടിപൊളിയല്ലേ, കളർഫുൾ പുട്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. കറക്കുന്ന പുട്ടും കടലക്കറിയും പുറത്ത് മഴയും എല്ലാം കൂടി നല്ലൊരു വൈബാണ് കേട്ടോ. കടലയുടെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്.
നമുക്കിനി ഇത് താളിക്കാൻ നോക്കാം. ഇപ്പോൾ കറി താളിക്കാനായിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. നമുക്കൊരു കടായി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അല്പം എണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ചെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി, കറിവേപ്പില, വറമുളക്, കടുകൊന്നും വേണ്ട. എണ്ണ ചൂടായിട്ടുണ്ട്, വറമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം മൂത്തിട്ടുണ്ട്, കടല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചിലപ്പോൾ കുറച്ച് വയ്ക്കാം. ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. ഉപ്പ് നോക്കാം, ഉപ്പ് കൂടി വേണം. ഉപ്പിന് ഉപ്പുണ്ടാവും, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഉപ്പും കറിയായിട്ട് കഴിക്കുമ്പോൾ ഉപ്പ് അധികം തോന്നും, അപ്പോൾ നമ്മൾ കറിക്ക് ഒരു പൊടിക്ക് താത്തി ഇട്ടാൽ മതി ഉപ്പ്. അടിപൊളി കേട്ടോ. ഇത് തിളച്ച് കഴിയുമ്പോൾ കറി റെഡിയായി. വറമുളകിൻ്റെയൊക്കെ ഒരു മണം അടിപൊളി. ചാറോട് കൂടിയ കടലക്കറി ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. കറി റെഡി. നമ്മുടെ പുട്ടും കടലക്കറിയും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മുടെ പുട്ടും കടലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത്, കടലക്കറി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ കറി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് പുട്ടും ടേസ്റ്റി കടലക്കറി കേട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയണതാണ്, എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. കറി എങ്ങനെയുണ്ട് ചേട്ടാ? ഇത് പുതുമയൊന്നുമില്ല, ഇവിടെ സ്ഥിരം ഇതുണ്ടാക്കുന്നതാണ്. എപ്പോഴും നല്ല ടേസ്റ്റാണ്. ചിരട്ടപ്പുട്ടും കടലക്കറിയും അടിപൊളിയായിട്ടുണ്ട്, നല്ല വളരെ ടേസ്റ്റി. ഓക്കെ, താങ്ക് യു.